enjoy the evening. Thank you for coming. ഇനിയും കുറേ ആൾക്കാർ വരാനുണ്ട്, രജിസ്റ്റർ ചെയ്ത് എല്ലാവരും എത്തിയിട്ടില്ല. So there are a lot of families to come. പക്ഷേ നമുക്ക് ഇനി സമയം നീട്ടിക്കൊണ്ടുപോകാൻ പറ്റും, അതുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. One day, a man saw the Prophet peace be upon him feeding a thirsty cat. The man then asked, "Why do you care for a thirsty cat?" The Prophet peace be upon him replied, "In every living being there is a reward for kindness. This shows how much you care for Allah's creations." Another example of his compassion is when he forgave the people of Mecca. Despite all the hardships they put him through, he chose forgiveness over revenge. His heart was full of mercy even for those who hurt him. Now let's talk about the Hijrah. The Hijrah is when the Prophet peace be upon him and his followers left Mecca and went to Medina. They did this because the people of Mecca was making it very difficult for them to live as Muslims. Even though the journey was long and difficult, the Prophet peace be upon him കൂട്ടായ്മ കൂടിയിട്ടുണ്ട്. പക്ഷെ അവർ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാത്തത് ലൂട്ടറിലെ ലുമ്മയുണ്ട്. അപ്പം അതിൻ്റെ സെക്രട്ടറിയാണ് ഇവിടെ ഉള്ളത്, മെയിൻ സലാം സാഹിബ്. മറ്റൊന്ന് ഇവിടെ ഉള്ളത് ജയർക്ക ആണെങ്കിൽ മോൺസിപ്പിയുടെ മെയിൻ ആള്. ഞാൻ പറഞ്ഞത് അത് നോക്കണ്ട, ഒരു കൂട്ടായ്മ ഉണ്ടാകും. കൂട്ടായ്മ എപ്പോഴും നല്ലതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞ് പല കാര്യങ്ങളും ജയർക്ക പറഞ്ഞു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം കൂട്ടായ്മ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. നമുക്ക് മനുഷ്യനെന്ന് പറയുന്നത് സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ഒറ്റയ്ക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. അതിൻ്റെ ഒരു ഉദാഹരണം ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ മാത്രം നോക്കിയാൽ മതി. ഇസ്ലാമിലെ ആരാധനാകർമ്മങ്ങൾ എടുത്ത് നോക്കി ഒറ്റയ്ക്കല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിസ്കാരം പോലും ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ നിസ്കാരം ശരിയാവും. പക്ഷേ നമുക്കറിയാം ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നതിൻ്റെ പ്രാധാന്യം. സക്കാത്തിൻ്റെ പ്രാധാന്യം എന്താണോ സക്കാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ശരിയാവുന്നത്. സക്കാത്ത് സംഘടിതമായിട്ടാണ് ചെയ്യുന്നത്, നമുക്കറിയാം.
മറ്റൊന്ന് നോമ്പ് പറയേണ്ടല്ലോ, നമ്മളെല്ലാവരും ലോക മുസ്ലിങ്ങളും ഒരുമിച്ചാണ് നോമ്പ് നോക്കുന്നത്. ഹജ്ജ് പറയണ്ട, കഴിഞ്ഞ വർഷം ഞാൻ ഡോക്ടറൊക്കെ ഹജ്ജിന് പോയിരുന്നു, എന്തൊരു ചൂടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ അത് വേറെ സമയത്തൊക്കെ വയ്ക്കാം, പക്ഷെ അങ്ങനെയല്ല ലോക മുസ്ലിങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞൊരു സാമൂഹ്യ ജീവിതത്തിന് ഇസ്ലാമിന് വളരെ പ്രാധാന്യമുണ്ട്. With paganism, al-Wathaniyya. Romans there in the Holy Land, their main faith was paganism. I.e. they used to worship idols and statues. So what they did, they mixed the religion that Isa alayhi salam came with, Nuh came with, Ibrahim came with, Isa came with, and finally Muhammad alayhi salam ajma'in. They mixed Islam with paganism, and that gave them what we call today Christianity. ولا حول ولا قوة إلا بالله العلي العظيم. People remained upon this misguidance for nearly 6 centuries. Until Ar-Rahman Ar-Rahim Jalla fi Ulah, Rabbuna Azza wa Jal decided that it is time now to send the very final messenger of his, and that is Muhammad ibn Abdullah sallallahu
Culture welfare സംഘം, Muslim culture